നീ ഗ്യാങ് വിടാ. നീ ഏതാ ഗ്യാങ്? നീ ഏതാ ഗ്യാങ്? CM അറിയാത്ത പോലെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഗണ്ണെടുത്ത് ഇതെടുത്ത് പറയുമ്പോ ഇവ പിങ്ങിട്ട് കൊടുക്കുമ്പോ നിന്നെ പണ്ണു മോനെ, നിന്നെ ഇന്ന് പണ്ണു. CM-നെ പണ്ണി വിടും. ഒന്ന് മാറാ ഈ ചങ്ങ എത്തോടെ ഗ്യാമസ്. നീ കൊണ്ടുപോ. ഏതാ ഗ്യാമസ്? എന്നോടാണോ? പണ്ണി വിടും. ഞാന് TV മോനെ. നീ CM അങ്ങനെ മനസ്സിലായാ? പേടിക്കണോ? ഫിയറ കാണിച്ചേ. എന്താക്കണം നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്യുമല്ലോ. കുഞ്ഞിരിക്കണം എനിക്കല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയ്യോ രണ്ടിറ്റ് പോയി. പോടെ മാറി. CM കണ്ടി നാളെ നിർത്തറാ. TV കണ്ടി. നീ ഈ കണ്ടി എന്താ താളം ഇങ്ങോട്ട് സംസാരിക്കണേ അങ്ങോട്ട് കണ്ടി. നീ പറയാ. നീ പേരെന്താ കണ്ടി? വായിക്കേറിയാ ഒന്നും ഇല്ലാട്ടോ നിന്റെ കാണുന്നില്ലല്ലോ. അങ്ങനെയുള്ള സൗണ്ട് എങ്ങനെയാണ്? ഹലോ ഹലോ. എന്തൊരു പ്രശ്നം എന്താ? ബുള്ളു പറഞ്ഞ് അവൻ ചില്ലായിട്ട് നിന്റെ അവിടെ വന്നപ്പോഴത്തേക്കും നീ പകുതി എത്തിയപ്പോഴത്തേക്കും നീയാണ് എടാ നീയല്ലേ പറഞ്ഞ? നീയാണ് തുടങ്ങിയ. നീയാണ് പറഞ്ഞ നിന്നെയൊക്കെ എടുത്തോളാം, ഞാൻ TV ആണ്, CM വണ്ടിയെല്ലാം എടുത്തോളാം, നീയാണ് പറഞ്ഞത്. എടാ ബുള്ളോപ്പി നിനക്കവനെ അറിയാം. നിങ്ങൾക്ക് തമ്മിൽ കമ്പനി ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? മുച്ചിൽ എന്തിനാണ് കേറി? ഒരു സെക്കൻഡ് നിന്റെ തന്തേരെ വണ്ടിയാ വെറുതെ പോയി കയറാൻ? തമാശക്ക് കയറണ എന്തിനാണ്? തമാശക്കായിട്ട് കയറി കഴിഞ്ഞാൽ തമാശക്ക് തീർക്കാറുണ്ട്. എന്തിന് രണ്ടിക്ക് പറഞ്ഞ നിന്നെ അവസ്ഥ എടുത്തു? മനസ്സിലായിട്ടില്ല. നീ ചുമ്മാ തമാശ കയറുന്നില്ലടാ മൈരെ ഇപ്പൊ പറഞ്ഞ തമാശക്ക് അറിയില്ല. തമാശ ഒന്നും അറിയില്ല. ഞാൻ ഓൻ തമാശ സംസാരിച്ചോണ്ടേ ആ ചങ്ങായി. എന്നിട്ട് എനിക്ക് ഇപ്പഴാ ബുല്ലപ്പി ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കത് ബുല്ലപ്പിന്ന് മനസ്സിലായി. സത്യം പറഞ്ഞത്
നീ അവന്മാർ കേക്കാണ് ഈ റെഡി ഇരുന്ന് എന്നെ തട്ടിക്കൊണ്ടുപോണ് എന്നാ പറഞ്ഞോണ്ടിരുന്നേ. എന്നെ തട്ടിക്കൊണ്ടുപോകണം. അപ്പൊ പറഞ്ഞു ഞാൻ CM ഗ്യാങ്സ് കൊണ്ടേ നീ എന്ത് ചെയ്യുന്ന നീ ഹോസ്റ്റേജ് ആയില്ലേ. ഓ കേറ് നേരെ പോയി അവന്റെ ഗ്യാങ്സ് കേറ് പോ. കേറണ ഇപ്പൊ കേറ് പോ. എന്നെ ഹോസ്റ്റേജ് കണ്ടിന്യൂ. വിളിച്ച ആളോട് ഒരു സോറി പറഞ്ഞൊക്കെ വെക്കോ. ബ്രോ പ്രശ്നമൊന്നുമില്ല. സോറി ഒക്കെ പറയണോ? നമുക്ക് ഇതങ്ങ് വിട്ടാ പോരെ അങ്ങ്. നീയും പറഞ്ഞല്ലേ ഞാൻ കാര്യം പറയട്ടെ. CM എടാ ഞാൻ കാര്യം പറയട്ടെ. ചുമ്മാ വിഷയം വഷളാക്കി ഒരു അടിയിലോട്ട് പോണോ? നിങ്ങള് ചുമ്മാ അങ്ങ് വിട്ടാ പോലെ. ഇത് അറിയാന്നുള്ള രണ്ടുപേരും തമ്മില് RP ചെയ്യണമെങ്കിൽ അത് അങ്ങനെ നിന്ന് സംസാരിച്ചാ പോരെ ചന്ദ്ര. അല്ലടാ ഞാൻ പറഞ്ഞാലേ ഇപ്പൊ ബുള്ളോപ്പി ഇവനെ അറിയാന്നുള്ളേ. അങ്ങനെ ഇവരങ്ങനെ കേറിയിട്ട് അവൻ ചുമ്മാ വെറുതെ തമാശക്ക് വേണ്ടിട്ട് പറഞ്ഞു തുടങ്ങിയതാ. മനസ്സിലായില്ലേ? ഓക്കെ എന്നിട്ട് അതൊക്കെ ഓക്കെ. അവര് തമ്മിൽ തമാശയായിട്ട് തുടങ്ങി. എന്നിട്ട് ഗ്യാങ് ഹൗസ് എന്നിട്ട് എന്റെ എടാ ബുള്ളോപ്പി നിനക്ക് അറിയാന്നുള്ളല്ലേ? നിനക്കെന്താ പറയാനുള്ളേ? ഞാൻ പറഞ്ഞു അല്ല നീ പോകാൻ പറ്റത്തില്ല. അല്ല ഇപ്പൊ ചന്ദ്ര ഇപ്പൊ നിങ്ങളെ ഗ്യാങ് ഹൗസ് ഒരുത്തിനെ ഇപ്പൊ കൊണ്ടുവരും. നിങ്ങൾക്ക് അറിയാവുന്ന അപ്പൊ ചന്ദ്രൻ അടുത്തൊന്ന് കുണച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഇവിടെ പിന്നെ സോറി പറയത്തില്ലെന്നല്ലേ പറഞ്ഞു. കുഴപ്പമില്ല. ശരി നീ വന്നേ. അത് ഞാൻ സോറി ഇല്ലേടാ അതൊക്കെ പറഞ്ഞു വിട്. പിന്നെ ഞങ്ങക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് നിന്റെ മുടി കണ്ടാലേ എനിക്ക് മനസ്സിലാവും. ഫസ്റ്റ് നീയാണൊക്കെ മനസ്സിലായില്ല. സൗണ്ട് കേട്ട് നീ എന്റെ പേര് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇല്ല നമുക്ക് നിന്നെ ഫസ്റ്റ് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ടോൺ ഒരു എന്തോ പോലെ നീ എന്താ പറഞ്ഞത്? ഇത് CM ആയാലും ഏത് കണ്ടികളായാലും നമ്മൾ ഞാൻ TV ആണ് ഞാൻ പണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ പറഞ്ഞു. ഞങ്ങക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ ആദ്യം. നമ്മളവന്മാരെ അങ്ങോട്ടും അതല്ലേ പറഞ്ഞ അവനിപ്പോ ഇതായി കഴിയുമ്പോ അവനിപ്പോ പറയില്ല എന്തായാലും. എടാ മുച്ചിരി ഞാൻ കാര്യം പറയട്ടെ. അവർക്കും വേടാ. ഒരു സെക്കൻഡ് ബ്രോ ഇവര് അയ്യോ സോറി ഏത് ചങ്ങ ഏത് ചങ്ങ പറഞ്ഞേ? ഏത് ചങ്ങ ഹേട്ടാ? ഏത് ചങ്ങ ആരായിരുന്നു? ബീസ്റ്റാണാ? ബീസിങ്ങാ? ചന്ദ്ര സോൾവായില്ലേ? പാവങ്ങള് ബുല്ലാന്ന് നമുക്ക് അറിഞ്ഞ ഞാൻ എപ്പോഴേ വിട്ടേനെ. അത് ശരിയാണ് ചന്ദ്ര. ചന്ദ്ര ഈ വാണനുണ്ടല്ലേ, ഈ വാണൻ തമാശ കേറിയിട്ട് അവന്മാരെ പോയിട്ട് ബാക്കിയുള്ളവരെ കണ്ടീന്ന് വിളിക്കുമ്പോ ഇവന്റെ പോലത്തെ കമ്പനി ബാക്കിയുള്ളവർക്ക് ഇവന്റെ അടുത്ത് ഉണ്ടാവൂലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അവർക്ക് പൊളി എന്തായാലും മനസ്സിലായില്ലേ? അറിയാൻ വേണ്ട അവർക്ക് എടുക്കാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞ എടുത്ത കൂടെയാണ്. എന്താ ഇവരെനിക്ക് തോന്നി എടുക്കാൻ തന്നെ വന്നതാ. മനസ്സിലായോ? അല്ലേ അവർക്ക് എടുക്കണമെങ്കിൽ അതാണ് പറഞ്ഞത്. എടുക്കണമെങ്കിൽ എടുക്കട്ടെ. അപ്പൊ അവര് പറഞ്ഞ ഇന്ന് വേണ്ട ലീവ് ലീവ് ചെയ്യാന്നുള്ള രീതിയിലാ പറഞ്ഞത്. ചന്ദ്രു ഞാൻ പറയുന്നേക്ക് ചന്ദ്രു ഞാൻ ഒന്ന് പറയുന്നേക്ക് ചന്ദ്രു. സത്യം പറഞ്ഞാല് ഞങ്ങക്ക് ആരും അത് മനസ്സിലായിട്ടില്ല. ബുല്ലോപ്പിന്റെ മുടി കണ്ടാലേ എനിക്ക് മനസ്സിലാവും. ഞാന് പറഞ്ഞ കേറിയപ്പോ പറഞ്ഞ നീ ഹോസ്റ്റേജ് ആയല്ലോടാ പറഞ്ഞു. അപ്പൊ ഞാനെന്നെ വിളിക്കുന്ന റേഡിയോ വിളിക്കുന്ന അപ്പം ഓൻ പറഞ്ഞു നീ ഹോസ്റ്റേജ് ആയല്ലോ. അപ്പൊ ഞാനങ്ങ് ഹോസ്റ്റേജ് ആയെന്ന് പറഞ്ഞപ്പോ ഞാൻ റേഡിയോ കോൾ കൊടുത്തു. എന്നെ ആരും ഹോസ്റ്റേജ് അടിച്ചു. ആര് വൾഗറായിട്ട്? അത്ര നേരം നാനും നോർമൽ തന്നെ. നീ ആയിട്ട് ഉള്ളിൽ പോയപ്പം ഉള്ളിൽ പോയപ്പോഴാ ആ ചങ്ങായി. നീ അത്രയും റേഡിയോ പറഞ്ഞല്ല അവന്മാർ കേൾക്കുന്ന രീതിയിലല്ല പറഞ്ഞേ. ആര് അവന്മാർ കേൾക്കുന്ന രീതിയിലല്ല റേഡിയോയിൽ നമുക്ക് കോൾ വന്നേ. അപ്പൊ ഗണ്ണൈമിലൊന്നല്ലോ വണ്ടിയിലല്ലേ ഉള്ളേ?
അപ്പൊ നീ ഹോസ്റ്റേജ് ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനങ്ങ് പറഞ്ഞ് എന്നിട്ട് ഒരു ഗ്യാങ്സിലുള്ള കയറ്റി. ഞങ്ങക്ക് മനസ്സിലായില്ല ഇതെന്ത് സംഭവം എന്നൊന്നും. അപ്പൊ ഒരു ചങ്ങ എന്നെ ഗണ്ണെയ്തിട്ട് കൈവക്കറ അങ്ങനെന്തോ പറഞ്ഞു. അപ്പൊ മനസാക്ഷി എടുത്തന്നെ ചോദിച്ചു നോക്ക്, ഇത് നല്ല സിറ്റുവേഷൻ ആണോ? ബെടുക്ക് സിറ്റുവേഷൻ തന്നെ. ബെടക്ക് സിറ്റുവേഷൻ അല്ലേ പുണ്ടച്ചി? എവന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൂടി ഉണ്ടായിരുന്നു, മനസ്സിലായില്ല? അത് വിട്ടേക്ക്. ഇതിന്റെ പേരിൽ ഒരു സിറ്റുവേഷൻ വരണ്ടേ. ഞാൻ സോറി പറഞ്ഞില്ലേ, എന്റെ മനസാക്ഷി കൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. നീ മലയാളം പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് വേറെ ഏതെങ്കിലും ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ എന്റെ അടുത്ത്? ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് നല്ല. യെസ് ചന്ദ്ര ബോസ്, വാട്ട് യു വാണ്ട്? I want you. Hey, you couldn't like this. No, you are the gay. Hey, no bro. You say me, you want me. You give, Please, give your hand. Go, please. I will prove. Relax. So many girls and so many other food. What is this? We pick one girl and we go. Day, പോടാ. Day. അത് ലോലന അതിനോണ്ട് അങ്ങനെ കൊണടിച്ചാൻ. ലോലനല്ല ഇത്. ആണ്. ഹലോ. ലോലനെ ആ കണ്ടി മുടിയുള്ളൂ. എന്താ പിന്നെ ഉള്ളല്ലേ പറഞ്ഞേ? ചപ്പടി തലേ പോറാ. ഇറ്റ് റേഡിയോ വള്ളിയായി. യോ ചന്ദ്ര വന്ന് മുതുക്കി പടി ചന്ദ്ര വല്ല 58 എന്നല്ല 1650 Ryzen 5 5600X എന്ന് ഒരു പ്രോസസർ മേടിച്ചാ. ബ്ലൂ അല്ലേ ഇത്? ഹലോ ഹായ് ബ്ലൂ